വാർത്തയിലേക്ക് വിശദമായി. മുസ്ലിം ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി KT ജലീൽ. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യത കാണുന്നില്ല. ലീഗിന്റെ പല നിലപാടുകളും സർക്കാരിന്റെ നിലപാടും ചേരുമ്പോഴുള്ള പ്രതികരണമാണ് നേതാക്കൾ നടത്തുന്നത്. ആ പ്രശംസകൾ രാഷ്ട്രീയമാണ്. മുന്നണിയിലേക്കുള്ള ക്ഷണമായി അവയെ കാണേണ്ടതില്ലെന്നും KT ജലീൽ പറഞ്ഞു. ലീഗിന്റെ പല കാര്യങ്ങളിലെയും നിലപാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും. അത് തികച്ചും രാഷ്ട്രീയമാണ്. അല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നാന്ദിയായി ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. UDFൽ ലീഗ് തുടരുന്നതിനെ വിമർശിച്ച KT ജലീൽ. ലീഗിന് വേണമെങ്കിൽ സ്വന്തമായി നിന്നുകൂടെ എന്ന് ചോദിച്ച ജലീൽ, ഒറ്റയ്ക്ക് നിന്ന് നേടുന്ന 10 സീറ്റിന് കോൺഗ്രസിനൊപ്പം നിന്ന് ലഭിക്കുന്ന 15 സീറ്റിനേക്കാൾ മൂല്യമുണ്ടാകുമെന്നും പറഞ്ഞു. അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ KT ജലീൽ അഭിപ്രായപ്പെട്ടു. ലീഗിന് 2 സീറ്റ് ഒരുപക്ഷെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും കിട്ടിയേക്കാം. കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, കിട്ടിയേക്കാം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ലീഗ് എത്ര കാലമായി 2 സീറ്റുമായിട്ട് പോകുന്നു? ലീഗിന് അർഹതപ്പെട്ട മൂന്നാമത്തെ ഒരു സീറ്റ്, ലോക്സഭാ സീറ്റ് പോലും അവർക്ക് കോൺഗ്രസിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണോ പരാജയമാണോ അത് വ്യക്തമാക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദിച്ചാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത്. ലീഗിന്റെ ശക്തിക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം UDFൽ കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യമാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത്. രാമക്ഷേത്ര പ്രചാരണം BJPക്ക് സംസ്ഥാനത്ത് തിരിച്ചടിയാകുമെന്നും KT ജലീൽ. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയും. V മുരളീധരന് കേരളത്തിൽ നിന്ന് ജയിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി മായാലോകത്ത് ജീവിക്കുകയാണെന്നും KT ജലീൽ പറഞ്ഞു. BJPക്ക് കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ല. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റും പോവുകയാണ് ചെയ്തത്. അവരുടെ ഈ രാമക്ഷേത്ര പ്രചരണം കൊണ്ട് കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാനുള്ള സാധ്യതക്ക് മങ്ങലേൽക്കുകയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ആരാധനാലയം തകർത്ത് ആ സ്ഥാനത്ത് വേറൊരു ആരാധനാലയം പണിയുക എന്നുള്ളത് ശ്രീരാമഭക്തർ, യഥാർത്ഥ ശ്രീരാമഭക്തർ അത് താല്പര്യപ്പെടുന്നവരല്ല. ശ്രീരാമനെ ഒരു വിൽപ്പനച്ചരക്കാക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, എഴുത്തുകാരൻ T. പത്മനാഭനാണ്. അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളുടെ നാട്ടിലുണ്ട്. മതം വിറ്റ് വോട്ടാക്കാനുള്ള BJPയുടെ നീക്കങ്ങളെ അവർ എന്ത് വില കൊടുത്തും ചെറുക്കും. വിശ്വാസ്യതയുള്ള ഒരു നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ BJPയുടെ കയ്യിലുണ്ടോ? ഇല്ലെന്നുള്ളതല്ലേ വസ്തുത, യാഥാർത്ഥ്യം. കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ മത്സരിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കട്ടെ. ധൈര്യമുണ്ടോ BJPക്ക്? 5 കൊല്ലം കേന്ദ്രമന്ത്രിയായ ഒരാളെ, കേരളത്തിന് വേണ്ടി അനർഘങ്ങളായിട്ടുള്ള സംഭാവനകൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നേതാവിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ഐ ചലഞ്ച് ദം. സാധിക്കില്ല അവർക്ക്. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് വീണ്ടും രാജ്യസഭാ മെമ്പർ ആക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരാളെ ഇറക്കി ജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്താണ് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഏതോ ഒരു മായാലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ത്യാഗത്തിന് തയ്യാറായാലേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയൂ എന്നും KT ജലീൽ. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമാണ്. ശരിയാം വിധം പ്രചരണം നടത്തിയാൽ രാമക്ഷേത്രം മുന്നിൽ നിർത്തിയുള്ള പ്രചാരണത്തെ മറികടക്കാമെന്നും KT ജലീൽ അഭിപ്രായപ്പെട്ടു. പരസ്പരം വിശ്വാസം ഉണ്ടാകുന്നത്
ഓരോ സംസ്ഥാനത്തും അതത് പാർട്ടികൾക്ക് ഉള്ള ശേഷിയും കരുത്തും മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഒരു പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ വ്യത്യസ്ത പെട്ടികളിൽ വീഴുന്ന സ്ഥിതി ഉണ്ടാക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ പ്രബലമായിട്ടുള്ള ഒരു പാർട്ടി ആവണം അത് എന്ന ഒരു വ്യവസ്ഥ പൊതുവിൽ അംഗീകരിച്ചാൽ മാത്രമേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണെങ്കിലും മറ്റേത് പാർട്ടികളുടെ നേതൃത്വത്തിലാണെങ്കിലും ബിജെപിക്ക് വിരുദ്ധമായ ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൂ. എല്ലാ പ്രാദേശിക പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ കരുത്തിനും ശക്തിക്കുമനുസരിച്ച് അതത് സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും വേണം. കോൺഗ്രസ് വാർഡ് തലം മുതൽ പാർലമെന്റ് തലം വരെ അവർക്ക് മത്സരിക്കണം, അവർക്ക് സീറ്റ് കിട്ടണം എന്നുള്ള നിലയിൽ നിന്നാൽ ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല. ത്യാഗത്തിന്, സാക്രിഫൈസിന് കോൺഗ്രസ് തയ്യാറാവണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ നിലപാട് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കാമെന്നും കെ ടി ജലീൽ. സമസ്തയെ പോഷക സംഘടനയായി ലീഗ് കാണാൻ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ലീഗ് നിലപാടിൽ മാറ്റം വന്നാൽ പ്രശ്നങ്ങൾക്ക് അവസാനമാകുമെന്നും കെ ടി ജലീൽ പറഞ്ഞു. മുസ്ലിം ലീഗ് സമസ്തയെ അവരുടെ ഒരു ഓഫ്ഷൂട്ടായി, അവരുടെ ഒരു സബോർഗണായി കാണുന്നു. മുൻപത്തെ ലീഗിന്റെ നേതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത്. ബാഫക്കിത്തങ്ങളായാലും പൂക്കോയത്തങ്ങളായാലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായാലും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായാലും സമസ്തയെ കണ്ടിരുന്നത് പരമോന്നതമായിട്ടുള്ള ഒരു പണ്ഡിത സഭ എന്നുള്ള നിലയിലാണ്. അവർക്കൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള വിലയും നിലയും കൽപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് സമസ്തയെ സമസ്ത എന്നുള്ള സെപ്പറേറ്റ് ഐഡന്റിറ്റിയിൽ കാണാൻ താല്പര്യപ്പെടുന്നവരല്ല. അവര് മുസ്ലിം യൂത്ത് ലീഗ് പോലെ, STU പോലെ, MSF പോലെ, വനിതാ ലീഗ് പോലെ മുസ്ലിം ലീഗിന്റെ ഒരു മത നേതാക്കന്മാരുടെ സഭ, പണ്ഡിത സഭ എന്നുള്ള നിലയിലാണ് സമസ്തയെ പരിഗണിക്കുന്നത്. അതൊരിക്കലും സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സമസ്ത രൂപീകൃതമാകുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന്റെയും മുമ്പാണ്. ആ സമസ്ത പിന്നീട് രൂപീകൃതമായ മുസ്ലിം ലീഗിന്റെ സബോർഗണാണ്, അല്ലെങ്കിൽ ഒരു ഉപഗ്രഹ സംഘടനയാണ് എന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ ആ ചിന്തിച്ചിടത്താണ് പ്രശ്നം. ഈ തർക്കത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലീഗിനാണ്. സമസ്ത ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്യാൻ സമസ്തയെ അനുവദിക്കുക. അത് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ലീഗിന്റെ പക്വതയില്ലാത്ത നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.